ജാപ്പനീസ് സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവരുടെ ഗ്ലോയിങ് സ്കിന്നാണ്. അവരുടെ ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെയും ഏജ്ലെസ് ബ്യൂട്ടിയുടെയൊക്കെ ഒരു സീക്രട്ട് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും ജെനറ്റിക്സ് ഒരു ഘടകമാണ്. എന്നിരുന്നാൽ തന്നെയും കൺസിസ്റ്റൻസി എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് അവരുടെ ഒരു സ്കിൻ കെയർ ബ്യൂട്ടിയുടെ ഒരു ബേസിക് ഫിലോസഫിയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അവരുടെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്കിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സ്കിന്നിന് തരുന്ന ഒരു ഫേസ് മാസ്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സ്കിൻ ഗ്ലോയിങ്ങിനും ബ്രൈറ്റനിങ്ങിനുമായിട്ടുള്ള ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ആദ്യത്തേത് വൈറ്റ് റൈസ് ആണ്. നമുക്കറിയാം ഇവരുടെയൊക്കെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റ് റൈസ് അല്ലെങ്കിൽ റൈസ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. അവരുടെ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ എടുത്താലും ഏത് ഫേസ് മാസ്ക് എടുത്താലും അതിലെല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. കാരണം വൈറ്റ് റൈസിൽ ഫെറൂലിക് ആസിഡും അമിനോ ആസിഡുകളും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആൻറ്റി ഏജിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതൊരു നാച്ചുറൽ ഹൈഡ്രേറ്റർ ആണ്. സോ ഇത് നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ ബാലൻസ് ചെയ്യാനും ഓയിലിനെ കൺട്രോൾ ചെയ്യാനും സ്കിന്നിനൊരു ലൈഫ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന അലർജി, ആക്നി ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനും കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് റൈസ് ആണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പുട്ട് അതുപോലെ ദോശ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിയുണ്ടല്ലോ, പച്ചരി, അതാണ് ഇതിനു വേണ്ടി നമുക്ക് എടുക്കേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. അവരുടെ ഒരു ടൈംലെസ് ബ്യൂട്ടിയുടെ പിന്നിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. വെസ്റ്റേൺ വേൾഡിൽ ഈ ഓയിൽ കൂടുതൽ കുക്കിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ജാപ്പനീസ് സ്ത്രീകൾ കൂടുതലായിട്ടും അവരുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഒലിവ് ഓയിൽ ഒരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ ആൻഡ് ഹൈഡ്രേഷൻ നൽകുന്നു എന്നതാണ്. മാത്രമല്ല ആൻറ്റി ഏജിങ്ങിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിൽ കൂടിയാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ജാപ്പനീസ് സ്ത്രീകൾ അവരുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ ഒരുപാട് യങ്ങായിട്ടാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവരുടെ ഫേസ് മാസ്കിലും മറ്റുമായിട്ടൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ട് നിലനിർത്താനായിട്ട് ഈ ഒലിവ് ഓയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ജാപ്പനീസ് ഫേസ് മാസ്കിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. സ്കിൻ കെയറിൽ ആദ്യകാല ബ്യൂട്ടി സീക്രട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം മിൽക്ക് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ക്ലിയോപാട്രയുടെ മിൽക്ക് ബാത്ത് ഒക്കെ വളരെ ഫേമസ് ആണ്. പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനും ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുവാനും പാല് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ആകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ ടോൺ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പാല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിന് ഒരുപാട് ഹൈഡ്രേഷൻ നൽകുന്നുണ്ട്. ഒരുപാട് വൈറ്റമിനുകളും ഫാറ്റുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിൻ നല്ല സ്മൂത്ത് ആകാനും സോഫ്റ്റ് ആകാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമ്മളുടെ വെളിച്ചെണ്ണയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ കുക്കിങ്ങിനായിട്ടാണ് കൂടുതലായിട്ടും ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എന്നാൽ ജാപ്പനീസ് സ്ത്രീകൾ അവരുടെ സ്കിൻ കെയറിലും ഈ വെളിച്ചെണ്ണ, ഈ കോക്കനട്ട് ഓയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം മോയ്സ്ചർ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്. നമുക്കറിയാം പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ അവരുടെ സ്കിൻ കെയറിൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്താറുണ്ട്. കുളിക്കുന്നതിന് മുൻപായിട്ടൊക്കെ മുഖത്ത് നല്ലതുപോലെ വെളിച്ചെണ്ണ അവർ അപ്ലൈ ചെയ്യുമായിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കോക്കനട്ട് ഓയിലിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ടുള്ള നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് പച്ചരി എടുക്കുക. പച്ചരി നമുക്കറിയാം ഈ ദോശ ഉണ്ടാക്കുന്ന, പുട്ടുണ്ടാക്കുന്ന അരിയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് ഒരു ചെറിയ ബൗളിൽ കുറച്ച് പച്ചരി എടുക്കുക. എന്നിട്ട് അത് വേകാൻ ആവശ്യമായ അത്രയും വെള്ളം വെച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നല്ലതുപോലെ അരി വേകണം, അങ്ങനെ വേണം എടുക്കാനായിട്ട്. അങ്ങനെ വേവിച്ചെടുക്കുക.
വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിലാക്കി അതെടുക്കുക. മിക്സിയിലിട്ട് നമുക്ക് അത് അരച്ചെടുക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് ഒരു പഞ്ഞി പോലെ ആയിരിക്കും അത് നമുക്ക് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് ഒന്ന് അരിച്ച് എടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക, 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക, 1 സ്പൂൺ മിൽക്കും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഓയിൽ മുകളിൽ ഇങ്ങനെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതങ്ങനെ വരാതെ നല്ലതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ, നല്ലൊരു ക്രീം പരുവത്തിൽ, ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതെന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുക. വളരെ നല്ല റിസൾട്ട് കിട്ടും. ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒട്ടും ഹാംഫുൾ അല്ലാത്ത, നമുക്ക് ഉള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് മാത്രം തയ്യാറാക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത്. മാത്രമല്ല ഇത് നമ്മൾ തയ്യാറാക്കിയ ഈ മാസ്ക് നമുക്കൊരു 1 വീക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നൊരു പാർട്ടി വരികയാണ്, പെട്ടെന്നൊരു ഫംഗ്ഷൻ വരികയാണ്, അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻറ്റി ഏജിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ്. ജാപ്പനീസ് ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫേസ് മാസ്ക് ആണ്. നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.